The next topic, the surface matters. Surface എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞു പ്രതലം. The surface matters പ്രതലത്തിനനുസരിച്ച്. What happens when light falls on a surface? Look at the figure. ഒരു പ്രതലത്തിൽ, സർഫസ് എന്ന് പറഞ്ഞ പ്രതലം അല്ലെ, ഒരു പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ബോക്സിൽ ശ്രദ്ധിക്കൂ. When light falls on a mirror, steel plate, smooth floor, tile, etc., it is reflected regularly. This is known as regular reflection. Very important. എഴുതി പഠിക്കണം, അടയാളപ്പെടുത്താം. അതായത് ഒരു പ്രകാശം പതിക്കുന്നത് കണ്ണാടിയിലോ സ്റ്റീൽ പ്ലേറ്റിലോ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോർ ടൈലിലോ ആണെങ്കിൽ റെഗുലർ ആയിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുക. അതിന് പറയുന്ന പേരാണ് റെഗുലർ റിഫ്ലക്ഷൻ. മിറേഴ്സ് ആർ സർഫസസ് വിച്ച് റിഫ്ലക്ട് ലൈറ്റ് റെഗുലർലി. പ്രകാശത്തെ ക്രമമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് മിറർ എന്ന് പറയുന്നത്. നോക്കൂ മക്കളെ, റെഗുലർ റിഫ്ലക്ഷന്റെ പിക്ചർ നോക്കൂ, വരയ്ക്കണം കേട്ടോ നോട്ടിലേക്ക്. റെഗുലർ റിഫ്ലക്ഷൻ എഴുതിയിട്ട് പിക്ചർ നോട്ടിലേക്ക് വരയ്ക്കണം. നോക്കിയേ, പ്രകാശത്തിന്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ ആണല്ലേ, ക്രമമായിട്ടാണ് പതിക്കേണ്ടത് അല്ലെ, ഒരേ ഡയറക്ഷനിലേക്കാണ് പ്രകാശം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇതിന് പറയുന്ന പേരാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഇതിന്റെ പ്രതലം, ആ ബ്ലാക്ക് കണ്ടോ, രണ്ട് കളറിലാണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് ബ്ലാക്കും ഒന്ന് ബ്രൗണും ആണ് കൊടുത്തിരിക്കുന്നത്. ആ ബ്ലാക്ക് കണ്ടോ, ഒരു ചെരിവോ വളവോ കേവോ ഒന്നുമില്ല അല്ലെ, ഒരു കേവോടെ ഒന്നല്ല, പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. അതിന്റെ പ്ലെയിൻ മിറർ ആണ്, പ്ലെയിൻ സർഫസ് ആണ്. അപ്പൊ പ്ലെയിൻ സർഫസിലേക്ക് ലൈറ്റ് പതിക്കുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ ആയിരിക്കും, ക്രമമായിരിക്കും, ഇറഗുലർ ആയിരിക്കും. ഇതിന് പറയുന്നതാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ റെഗുലർ റിഫ്ലക്ഷൻ നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം, പഠിക്കണം. അടുത്തത് നോക്കാം മക്കളെ. How does the light reflect when it falls on cardboard, roof tile, cloth, etc.? ലൈറ്റ് കാർഡ്ബോർഡിലും റൂഫ് ടൈൽ എന്ന് പറഞ്ഞാൽ ഓടിലും ക്ലോത്തിലും ഒക്കെ പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം, നമ്മുടെ കാർഡ്ബോർഡ് ഒട്ടും മിനുസുള്ളതല്ല അല്ലെ, റഫാണ് അല്ലെ, അതിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ റഫാണ്. റൂഫ് ടൈലും അങ്ങനെ തന്നെയാണ്, തുണികളും അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ അതിൽ ലൈറ്റ് പതിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കൂ മക്കളെ. When light falls on rough surfaces, it is reflected irregularly. This is diffuse reflection. അതായത് റഫ് സർഫസസിൽ ലൈറ്റ് എങ്ങനെയാണ് പതിക്കുക? ഇറഗുലർ ആയിട്ടാണ്, ഒരേ ഡയറക്ഷൻ ആയിരിക്കില്ല. നോക്കി നോക്കൂ, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. അതിന്റെ പ്രതലം ബ്ലാക്കിൽ കൊടുത്തിരിക്കണേ കണ്ടോ, കേർവ്ഡ് ആണല്ലേ, ചെരിഞ്ഞും വളഞ്ഞൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, റഫ് സർഫസ് ആണത് അല്ലെ. അപ്പൊ അതിന് പ്രകാശം പതിക്കുമ്പോൾ ലൈറ്റ് വരുമ്പോൾ അത് ഇറഗുലർ ആയിരിക്കും, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നമ്മൾ രണ്ട് തരത്തിലുള്ള റിഫ്ലക്ഷനുകൾ പഠിച്ചു, റെഗുലർ റിഫ്ലക്ഷനും ഡിഫ്യൂസ് റിഫ്ലക്ഷനും. റെഗുലർ റിഫ്ലക്ഷനില് റിഫ്ലക്റ്റർ റെഗുലർലി ആൻഡ് ഡിഫ്യൂസ് റിഫ്ലക്ഷനില് റിഫ്ലക്റ്റർ ഇറഗുലർലി. ഓക്കെ, പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കും മക്കളെ, നമ്മളിപ്പോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അതായത് പ്രകാശത്തിന്റെ പ്രതിപതനം എന്താണെന്ന് നോക്കി അല്ലെ. ഇനി ഏതൊക്കെ തരത്തിലുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടീച്ചർ ബുക്കിൽ വായിച്ചു, റെഗുലർ റിഫ്ലക്ഷൻ, ക്രമപ്രതിപതനം അല്ലെ, അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ ടീച്ചർ എടുത്തിരിക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആണെന്ന് അറിയാൻ വേണ്ടി ടീച്ചർ എടുത്തിരിക്കുന്നത് പ്ലെയിൻ മിറർ ആണ്. പ്ലെയിൻ മിററിൽ റെഗുലർ റിഫ്ലക്ഷൻ ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടീച്ചർ മിറർ എടുത്തിട്ടുണ്ട്. വീണ്ടും ടീച്ചർ ടോർച്ച് എടുത്തു. ഈ ടോർച്ചിലേക്ക് ഈ ടോർച്ച് ഉപയോഗിച്ച് കണ്ണാടിയിലേക്ക് അടിച്ചു നോക്കുകയാണ്. കാരണം നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ടോർച്ച് തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ലൈറ്റ് ഓഫ് ആയി, ഇപ്പൊ ഇരുട്ട് റൂമാണ്, ടീച്ചർ കാണിച്ചു തരാം. നോക്കി നോക്കൂ, പ്ലെയിൻ മിററിലേക്ക് ടീച്ചർ ടോർച്ച് അടിക്കുകയാണ്. പ്ലെയിൻ മിററിലേക്ക്, അതായത് നമ്മൾ മുഖം നോക്കണ കണ്ണാടിയിലേക്ക് ടീച്ചർ ടോർച്ച് അടിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ എന്ത് വന്നു? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വന്നു അല്ലെ, പ്രകാശത്തിന്റെ പ്രതിപതനം വന്നു. നോക്കി നോക്കൂ, ഒരു ക്രമമായിട്ടാണ് പോകുന്നത്, ഒരേ ദിശയിലാണ് പോകുന്നത് അല്ലെ. വ്യത്യസ്ത ദിശകളിലേക്ക് പോകുന്നുണ്ടോ? ഇത് ഇല്ല. അപ്പൊ ലൈറ്റ് ഇതില് പ്ലെയിൻ മിററില് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും. കാരണം എന്താണ്? ഇതിന്റെ സർഫസ് സ്മൂത്ത് സർഫസ് ആണ്. ഇതിന്റെ സർഫസ് എങ്ങനെയാണ്? സ്മൂത്ത് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആണ്. അതുകൊണ്ട്
ഇതിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും, ക്രമപ്രതിപതനമായിരിക്കും. ഓക്കെ, ഇതാണ് ക്രമപ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ. ഇനി നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ നോക്കി അല്ലെ, ക്രമപ്രതിപതനം നോക്കി. ഇനി വിസരിത പ്രതിപതനം അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണ് നോക്കുന്നത്. ടീച്ചർ നേരത്തെ എടുത്ത മിററിന്റെ പ്രത്യേകത എന്തായിരുന്നു, കണ്ണാടിന്റെ പ്രത്യേകത എന്തായിരുന്നു, അത് സമതലമായിരുന്നു. നോക്കി നോക്കൂ, ഇതാണ് കണ്ണാടി, ടീച്ചർ എടുത്ത കണ്ണാടി ഇതാണ്. നോക്കി നോക്കൂ, അതിന്റെ സമതലമാണ് അല്ലെ, പ്ലെയിൻ ആണ്. ഇവിടെ കുണ്ടുകളോ കുഴികളോ ഒന്നുമില്ല, കേർവ്സ് എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല, ഇത് പ്ലെയിൻ ആണല്ലേ. അപ്പൊ ഇതിലാണ് നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നത്, റെഗുലർ റിഫ്ലക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് കണ്ടു, അത് റെഗുലർ ആണോ അതോ ഡിഫ്യൂസ് ആണോ നമുക്ക് നോക്കി നോക്കൂ. ഇപ്പൊ ടീച്ചർ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീൽ പാത്രമാണ്. ഈ പാത്രത്തിൽ നോക്കി നോക്കൂ, കുറെ കുണ്ടുകൾ ഉണ്ട് അല്ലെ. നോക്കിയോ, ഇവിടെ ഒരു കേവ് ഉണ്ട്, ഒരു വെട്ട് വന്നിട്ടുണ്ട് ഇതിന്, അതുപോലെ ഇവിടെയും ഒരു വെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താ, പ്ലെയിൻ അല്ല അല്ലെ, ഇത് കുണ്ടും കുഴിയൊക്കെ ഉള്ള ഒരു പാത്രമാണ് ഈ പാത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെന്താണ്, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണോ അതോ റെഗുലർ റിഫ്ലക്ഷൻ ആണോ നമുക്ക് നോക്കാം. വിസരിത പ്രതിപതനമാണോ ക്രമപ്രതിപതനമാണോ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ടീച്ചറുടെ കയ്യിൽ ഇപ്പൊ സ്റ്റീൽ പാത്രം ടീച്ചർ കാണിച്ചെന്ന സ്റ്റീൽ പാത്രമാണ് ടീച്ചറുടെ കയ്യിൽ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. ടീച്ചർ അതിനകത്തേക്ക് ടോർച്ച് അടിച്ചു നോക്കി മക്കളെ, ഇത് പല സ്ഥലത്തേക്ക് അതിന്റെ പ്രകാശം പോകുന്നുണ്ട് അല്ലെ, പല സ്ഥലത്തേക്ക്, ഒരേ ഡയറക്ഷനിലല്ല പോകുന്നത്, പല ഡയറക്ഷനിലേക്കും പോകും. ഇറഗുലർ ആയിട്ടാണ് പോകുന്നത്, ക്രമമായിട്ടല്ല പോകുന്നത്. ഇറഗുലർ റിഫ്ലക്ഷൻ ആണ് അല്ലെ. ഈ ഇറഗുലർ റിഫ്ലക്ഷൻ നമ്മൾ പറയുന്നതാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അഥവാ വിസരിത പ്രതിപതനം. അതായത് ഒരേ ദിശയിലല്ല, പല ദിശകളിലേക്ക് പ്രകാശം സഞ്ചരിക്കുന്നു, പ്രകാശം റിഫ്ലക്ട് ചെയ്യുന്നു. ഇതിന് പറയുന്നതാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അഥവാ വിസരിത പ്രതിപതനം. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരേ ദിശയിലേക്ക് പോകുന്നതാണ്. അപ്പോ ഇതിപ്പോ ടീച്ചർ കണ്ണാടിയിലേക്ക് ടോർച്ച് അടിച്ചു നോക്കി നോക്കും മക്കളെ, ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ ആണല്ലേ, ഒരേ സ്ഥലത്തേക്കാണ് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ. എങ്ങോട്ടും സ്പ്രെഡ് ആയിട്ടൊന്നും വെട്ടം പോകുന്നില്ല, ഒരേ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ അഥവാ ക്രമപ്രതിപതനം. ഒരേ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാം ഒരേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രകാശം എല്ലായിടത്തേക്കും തുല്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ അഥവാ ക്രമപ്രതിപതനം. ഹൗ ഡു വി സീ ഒബ്ജക്ട്സ്? നമ്മൾ എങ്ങനെയാണ് വസ്തുക്കളെ കാണുന്നത്? ഒറ്റതിൽ നമ്മൾ പറയും നമ്മൾ എങ്ങനെ കാണാം, കണ്ണുകൊണ്ട് കാണും അല്ലെ. നമുക്ക് നോക്കാം, കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ എല്ലാ വസ്തുക്കളെയും നമുക്ക് നോക്കാം. ടീച്ചർ ഇപ്പൊ എല്ലാവർക്കും ടീച്ചറുടെ റൂമിൽ നല്ല വെട്ടം കാണാനുണ്ട് അല്ലെ. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് ടീച്ചറെ നന്നായി കാണാനില്ലേ ഇല്ലേ. ടീച്ചറെ നോക്കൂ, ടീച്ചർ ലൈറ്റ് ഓഫ് ചെയ്തു, ടീച്ചറുടെ സംസാരം നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. ടീച്ചർ ഇപ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെയാണ്. നിങ്ങൾക്ക് ടീച്ചറെ കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല. എന്നാൽ ടീച്ചറിന് ലൈറ്റ് ഇടാം, ലൈറ്റ് ഇട്ടു. ഇനി ടീച്ചർ വീണ്ടും ക്യാമറയ്ക്ക് മുൻപിൽ വന്നു. നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാൻ സാധിക്കുന്നില്ലേ? എങ്ങനെയാണ് ടീച്ചറെ കാണാൻ സാധിച്ചേ? പ്രകാശം വസ്തുവിൽ തട്ടി. എങ്ങനെയാണ്? പ്രകാശം ടീച്ചർ എന്ന വസ്തുവിൽ, ടീച്ചറാണ് ഇവിടെ ഒബ്ജക്റ്റ്, ടീച്ചറിലേക്ക് തട്ടി അല്ലെ. ടീച്ചറിലേക്ക് പ്രകാശം വന്നിട്ട് ഈ പ്രകാശം എങ്ങോട്ട് പോയി? ക്യാമറയിലേക്ക് പോയി. അപ്പോഴാണ് നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് സാധിച്ചത്. ഇവിടെ കണ്ണായിട്ട് പറയുന്നത് ക്യാമറയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ടീച്ചറുടെ കയ്യിൽ ഇപ്പോൾ ടീച്ചർ ടോർച്ച് എടുത്തു, ലൈറ്റ് ഓഫ് ചെയ്തു. ടീച്ചറുടെ കയ്യിൽ ടോർച്ച് ഉണ്ട്, ടീച്ചർക്കും കാണാൻ സാധിക്കുന്നില്ല. ടീച്ചർക്ക് അറിയാം ടീച്ചറുടെ കയ്യിൽ ടോർച്ച് ഉണ്ട് എന്ന്, പക്ഷെ ടീച്ചർക്ക് കാണാൻ സാധിക്കുന്നില്ല. ടീച്ചറുടെ കണ്ണ് തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ടീച്ചർക്ക് കാണാൻ സാധിക്കുന്നില്ല. ടീച്ചർ ലൈറ്റ് ഇട്ടിട്ട് നോക്കാം. ടീച്ചർ ലൈറ്റ് ഇട്ടു, നോക്കൂ. ടീച്ചർക്ക് ഇപ്പൊ ടോർച്ച് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഈ ടോർച്ചിലേക്ക് പ്രകാശം വന്നു അല്ലെ. ഈ പ്രകാശം, ഈ ലൈറ്റ് എവിടേക്ക് റിഫ്ലക്ട് ചെയ്തു? ടീച്ചറുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്തു. അങ്ങനെയാണ് നമുക്കിത് ടീച്ചർക്ക് വസ്തു കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വസ്തുക്കളെ കാണുന്നത്? അതായത് ഒരു വസ്തുവിൽ, ഒരു ഒബ്ജക്റ്റിൽ എന്താണോ നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റ്, ആ ലൈറ്റ് ആ വസ്തുവിൽ തട്ടിയതിനു ശേഷം, ആ വസ്തുവിൽ റിഫ്ലക്ട് ചെയ്തതിനു ശേഷം, ഒബ്ജക്റ്റിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തതിനു ശേഷം എന്തിലേക്ക് വരും? നമ്മുടെ കണ്ണിലേക്ക്, നമ്മുടെ ഐസിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്.
അടുത്തത് നോക്കൂ മക്കളെ, ലൈറ്റ് ആൻഡ് സൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞ പ്രകാശം, സൈറ്റ് എന്ന് പറഞ്ഞ കാഴ്ച. പ്രകാശവും കാഴ്ചയും. ഹൗ ഡു വി സി ഒബ്ജക്ട്സ്? നമ്മൾ എങ്ങനെയാണ് വസ്തുക്കൾ കാണുന്നത്? നമ്മൾ എന്ത് പറയും? കണ്ണുകൊണ്ട് കാണണേന്ന് പറയും അല്ലെ? നമുക്ക് നോക്കാം അത് ശരിയാണോ, നമുക്ക് നോക്കാം. ക്യാൻ വി സി ഒബ്ജക്ട്സ് ഇൻ എ ഡാർക്ക് റൂം? നമ്മൾ ഇരുട്ടത്ത് ഒരു റൂമിൽ പോവാന്ന് വിചാരിക്കും, നമുക്ക് വസ്തുക്കൾ കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണപ്പോഴും നമ്മുടെ ശരീരത്ത് തന്നെയുണ്ട് അല്ലെ? കണ്ണപ്പോഴും ഉണ്ട്, എന്തുകൊണ്ട് കാണാൻ സാധിക്കാത്തേ? അപ്പൊ നമുക്ക് പറയാം ലൈറ്റ് ഇല്ല അവിടെ. അപ്പൊ ലൈറ്റ് എങ്ങനെയാവുമ്പോഴാവും നമുക്ക് കാണാൻ സാധിക്കുക? നോക്കൂ മക്കളെ, എക്സാമിൻ ദ ഇല്ലുസ്ട്രേഷൻ. ലുക്ക് അറ്റ് ദ പാത്ത് ഓഫ് ലൈറ്റ് ഇൻഡിക്കേറ്റഡ് ബൈ ആരോസ്. എന്താണ്? നമ്മൾ എങ്ങനെയാണ് പ്രകാശത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കിയിട്ട് നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതണം. അതിന് നോക്കൂ, അതിന്റെ പാത്ത്, ലൈറ്റിന്റെ പാത്ത് നമുക്ക് അടുത്ത പേജിൽ വിവരിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോഴ്സ് ഓഫ് ലൈറ്റ്. സോഴ്സ് ഓഫ് ലൈറ്റ് ബൾബാണ്. നമ്മുടെ ഫസ്റ്റ് ഇതിൽ കണ്ടു സൺലൈറ്റ് കണ്ടു അല്ലെ? ഇവിടെ നമുക്ക് സോഴ്സ് ഓഫ് ലൈറ്റ് എന്താണ്? ബൾബാണ് അല്ലെ? ഒബ്ജക്റ്റ് ഒരു ബുക്ക് തന്നിട്ടുണ്ട്, നോക്കൂ. അപ്പൊ ലൈറ്റിൽ നിന്നും എവിടേക്കാണ്, ബൾബിൽ നിന്നും പ്രകാശം എവിടേക്കാ റിഫ്ലക്ട് ചെയ്യുന്നത്? എവിടേക്കാ ബൾബിലത്തെ പ്രകാശം റിഫ്ലക്ട് ചെയ്യുന്നത്? എവിടേക്കാണ് മക്കൾ? ഒബ്ജക്റ്റ്, വസ്തുവിലേക്കാണല്ലേ? വസ്തുവിൽ നിന്നും എങ്ങോട്ട് റിഫ്ലക്ട് ആവുന്നു? കണ്ണിലേക്ക് ലൈറ്റ് റിഫ്ലക്ട് ആവുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പ്രകാശം ഒരു വസ്തുവിൽ തട്ടി നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. ലൈറ്റ് ഒബ്ജക്റ്റിൽ നിന്നും കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? ഒരു ഒബ്ജക്റ്റ് കാണുന്നത്. ശ്രദ്ധിക്കും മക്കളെ. We see an object when the light falling on the object is reflected in our eyes. വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് എങ്ങനെയാ? വസ്തുക്കൾ കാണുന്നത് എങ്ങനെയാണ്? കണ്ണ് വെച്ചിട്ടാണോ? കണ്ണിൽ എന്ത് പതിക്കുമ്പോൾ കാണുന്നത്? ലൈറ്റ്, വസ്തുവിൽ നിന്നുള്ള പ്രകാശം. ലൈറ്റ് എവിടേക്ക് റിഫ്ലക്ട് ആവുന്നു? കണ്ണിലേക്ക് റിഫ്ലക്ട് ആവുമ്പോഴാണ് നമ്മൾ വസ്തുക്കൾ കാണുന്നത്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ക്വസ്റ്റ്യൻ എന്തുട്ടായിരുന്നു? ഹൗ ഡു വി സി ഒബ്ജക്റ്റ് അല്ലെ? എങ്ങനെയാണ് നമ്മൾ വസ്തുക്കൾ കാണുന്നത്? അതിന്റെ ഉത്തരം ഇതാണ്. വി സി അടയാളപ്പെടുത്താൻ എഴുതാ. വി സി ആൻ ഒബ്ജക്ട് when the light falling on the object is reflected in our eyes. ഈ ചിത്രം നമ്മൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരയ്ക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അടുത്ത് നോക്കൂ മക്കളെ. Can you mark the path of light in the following pictures? താഴെയുള്ള ചിത്രങ്ങളിൽ പ്രകാശത്തിന്റെ പാത വരയ്ക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കൂ. ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡസ് ദ ഡ്രൈവർ see the boy crossing the road during day time? പകൽ സമയം റോഡ് മുറിച്ചു കിടക്കുന്ന ആൺകുട്ടിയെ എങ്ങനെയാണ് ഡ്രൈവർ കാണുക? ഇവിടെ ഒബ്ജക്റ്റ് എന്താണ് മക്കളെ? കുട്ടിയാണല്ലേ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആൺകുട്ടിയാണല്ലേ. ഈ പകൽ സമയത്ത് നമ്മുടെ ലൈറ്റ്, സോഴ്സ് ഓഫ് ലൈറ്റ് എന്താണ്? സൺലൈറ്റ് ആണല്ലേ. അപ്പൊ സൺലൈറ്റ് ആരിലേക്ക് പതിക്കും? ഒബ്ജക്റ്റ് എന്താണ്? നമ്മുടെ കുട്ടിയാണ്, കുട്ടിയിലേക്ക് പതിക്കും. ആ കുട്ടിയിൽ നിന്നും നമ്മുടെ ഡ്രൈവറുടെ കണ്ണിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെയാണ് ഡ്രൈവർ കുട്ടീനെ കാണുന്നത് അല്ലെ? കുട്ടിയിൽ നിന്നുള്ള പ്രകാശം ഡ്രൈവറുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കുട്ടിയെ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഈസ് ദ ഡോഗ് സീൻ വെൻ ടോർച്ച് ഈസ് ലൈറ്റഡ്? എങ്ങനെയാണ് നായയെ ടോർച്ച് തെളിക്കുമ്പോൾ കാണുന്നത്? എന്താണ്? നായയുടെ ദേഹത്തേക്ക് ടോർച്ചിൽ നിന്നും വെട്ടം പോകുന്നു അല്ലെ? ഒബ്ജക്റ്റ്, ഇവിടെ ഒബ്ജക്റ്റ് എന്താണ്? ഡോഗ് ആണല്ലേ. ഡോഗിൽ നിന്നും ലൈറ്റ് എവിടേക്ക് റിഫ്ലക്ട് ചെയ്യും? നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? നായയെ കാണുന്നത്. ടെക്സ്റ്റിലേക്ക് എഴുതാ, വരയ്ക്കുക. ഓക്കെ, അടുത്ത് നോക്കൂ മക്കളെ. ഡസ് ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം അവർ ഫേസ് റീച്ച് അവർ ഐസ്? നമ്മുടെ മുഖത്ത് തട്ടുന്ന പ്രകാശം നമ്മുടെ കണ്ണ് പതിക്കുന്നുണ്ടോ? നമുക്ക് കണ്ണാടി ഇല്ലാതെ നമ്മുടെ മുഖം കാണാൻ പറ്റുമോ? കണ്ണില് പ്രകാശം പതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂലേ? അപ്പൊ നമ്മുടെ കണ്ണിലേക്ക് എന്ത് പതിക്കുന്നില്ല? മുഖത്ത് തട്ടുന്ന പ്രകാശം കണ്ണിലേക്ക് പതിക്കുന്നില്ല, റീച്ച് ആകുന്നില്ല. ഓക്കെ, നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നില്ല മുഖത്ത് തട്ടുന്ന പ്രകാശം. നോ, അതിന്റെ ആൻസർ നോയാണ്. വാട്ട് മെത്തേഡ് ഡു വി സീ യൂസ് ടു സീ അവർ ഓൺ ഫേസ്? നമ്മുടെ സ്വന്തം മുഖം കാണാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? മിറേഴ്സ് അല്ലെ? കണ്ണാടി ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ മുഖം കാണുന്നത്. പ്ലെയിൻ മിറർ. എക്സാമിൻ ദ സർഫസ് ഓഫ് എ മിറർ വി യൂസ്. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി സർഫസ് എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞു പ്രതലം അല്ലെ?
അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടിയുടെ പ്രതലം ശ്രദ്ധിക്കൂ. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഇറ്റ് സർഫസ്? എന്തെല്ലാം പെക്യുലാരിറ്റി എന്ന് പറഞ്ഞ സവിശേഷത, എന്തെല്ലാം സവിശേഷതകളാണ് അതിന്റെ പ്രതലത്തിന് ഉള്ളത്? സർഫസ് മീൻസ് പ്രതലം. പ്രതലം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണാടി ഭാഗമുണ്ടല്ലോ, മുഖം കാണുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് പ്രതലം, സർഫസ് എന്ന് പറയുന്നത്. എന്താണ്? സ്മൂത്ത് ആണല്ലേ, സ്മൂത്ത് സർഫസ് ആയിരിക്കും നമ്മുടെ പ്ലെയിൻ മിററിന്റെ സർഫസ് എന്ന് പറയുന്നത്. എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് എ പ്ലെയിൻ മിറർ. എന്താണ്? ഉപരിതലം, അതായത് സർഫസ് സമതലമായ പ്ലെയിനായ മിററിനെ പറയുന്ന പേരാണ് പ്ലെയിൻ മിറർ. അടയാളപ്പെടുത്തി പഠിക്കേണ്ടതാണ് കേട്ടോ. Now, what if we look at a steel plate or an aluminum plate instead of a mirror? കണ്ണാടിക്ക് പകരം സ്റ്റീൽ പ്ലേറ്റോ അലുമിനിയം പ്ലേറ്റോ ഉപയോഗിച്ച് നമ്മുടെ മുഖം നോക്കുക. എന്താ സംഭവിക്കുക? മുഖം എങ്ങനെയായിരിക്കും കാണാം? ഹൗ ഡസ് ദ ഫേസ് അപ്പിയർ? എങ്ങനെയായിരിക്കും? ക്ലിയർ ആയിരിക്കില്ല അല്ലെ, ക്ലിയർ ആയിരിക്കില്ല. പുതിയ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്താണ് അതിന് കാരണം? അതിന്റെ സർഫസ് പ്ലെയിൻ ആയിരിക്കില്ല, ഒട്ടും സ്മൂത്തും ആയിരിക്കില്ല. ഓക്കെ, ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ലൈറ്റ് ഫോളിംഗ് ഓൺ എ സർഫസ് വുഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ്? ഒരു പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശകിരണങ്ങൾ ഏത് ദിശയിലേക്കാണ് പ്രതിപതിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയുമോ? നമുക്ക് നോക്കാം. When light is reflected, പ്രകാശം പതിക്കുമ്പോൾ, റിഫ്ലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പതിക്കുക അല്ലെ. ട്രൈ ഔട്ട് ദ ആക്ടിവിറ്റി ഷോൺ ഇൻ ദ പിക്ചർ. നമ്മൾ ഈ പിക്ചറിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അത് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം. When you do this experiment, minimize the light in the classroom as much as possible. എന്താണ്? നമ്മുടെ ക്ലാസ് മാക്സിമം എന്തായിരിക്കണം? ലൈറ്റ് കുറയ്ക്കണം, ഇരുട്ടാക്കണം. What happened when the light fell on the mirror placed on the table? എന്താണ് സംഭവിക്കുക മിററിലെ പ്രകാശം തട്ടുമ്പോൾ? നമുക്കിപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്യാൻ സാധിക്കില്ല, അപ്പൊ നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കുക. എന്താ ചെയ്യുക? ഒരു പ്ലെയിൻ മിറർ എടുക്കുക, പ്ലെയിൻ മിററിലേക്ക് എന്ത് ചെയ്യണം? ടോർച്ച് അടിക്കുക. ടോർച്ച് അടിക്കുക, നമുക്ക് അറിയാം റിഫ്ലക്ഷൻ വരുന്നില്ല. ഇതാണ് ടോർച്ചിൽ നിന്നുള്ള ഇതെന്താണ്? റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ് അല്ലെ മക്കളെ. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു ഡയറക്ഷനിലേക്കാണല്ലോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. റിപ്പീറ്റ് ദ ആക്ടിവിറ്റി ബൈ ഡയറക്റ്റിംഗ് ലൈറ്റ് ഓൺ ദ മിറർ ഫ്രം ഡിഫറെന്റ് ഡയറക്ഷൻസ്. എന്താണിത്? പല പല ഡയറക്ഷനിലേക്കായിട്ട് മാറ്റി മാറ്റി വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആക്ടിവിറ്റി. ഡു യു സീ ദ ലൈറ്റ് റേസ് ദാറ്റ് മൂവ് ടുവാർഡ്സ് ദ മിറർ ആൻഡ് ദോസ് ദാറ്റ് ആർ റിഫ്ലക്റ്റഡ് ഫ്രം? എന്താണ്? നമ്മുടെ കണ്ണാടിയിൽ വരുന്ന പ്രകാശരശ്മികൾ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശരശ്മികളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കാണാം അല്ലേ. ട്രൈ ടു ഡ്രോ ദ ഫിഗർ. ഒരു ഫിഗർ വരയ്ക്കാൻ ശ്രമിക്കുക. ദ റേ ഫോളിംഗ് ഓൺ ദ മിറർ ഈസ് കോൾഡ് ഇൻസിഡന്റ് റേ. എന്താണ്? നമുക്കറിയാം ഈ മിററിൽ നിന്ന് നേരെ പ്രകാശം പതിക്കുന്നുണ്ടല്ലേ, ആ രശ്മിക്ക്, ആ റേസിന് പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. And the ray reflected from it is the reflected ray. ഈ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേ കണ്ടോ മക്കളെ? ഇത് കണ്ടോ? ഇതാണ് എന്ത്? റിഫ്ലക്റ്റഡ് റേ. The line drawn perpendicular to the mirror at the point of incidence is called the normal. നോക്കി നോക്കൂ, ഇവിടെ ഒരു മിറർ പ്ലെയിൻ ആണ് അല്ലേ, അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ പോകുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് നോർമൽ. The angle between the incident ray and the normal is the angle of incidence. എന്താണ്? ഒരു ആംഗിള് ഇൻസിഡന്റ് റേക്ക് നോർമലിനും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് റിഫ്ലക്റ്റഡ് റേയുടെയും നോർമലിന്റെയും ഇടയിൽ ഒരു ആംഗിൾ വരും, അതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിങ്ങളോടൊരു അപ്പാരറ്റസ്, അതായത് ഒരു ഉപകരണം നിർമ്മിക്കാൻ പറയുകയാണ്. എന്തിനുള്ളതാണ്? ഇതിൻ്റെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ലൈറ്റിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ദിശ കണ്ടുപിടിക്കാനുള്ള, എത്ര ഡിഗ്രിയിലാണ്, കോണളവുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണമാണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കുക. അറേഞ്ച് an apparatus as shown in the figure. Fix a small mirror on any one of the inner sides of a transparent vessel. എന്താണ്? ട്രാൻസ്പെറന്റ് ആയ ഒരു പാത്രത്തിന്റെ ഉള്ളിൽ ഒരു വശത്ത് ചെറിയ ദർപ്പണം ഒട്ടിക്കണം. ദർപ്പണം എന്ന് പറഞ്ഞാൽ മിറർ ഒട്ടിക്കണം.
Cut out the shape of a protractor on the chart paper and mark the angles. ഒരു ചാർട്ടിൽ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടറിന്റെ ഷേപ്പിൽ വെട്ടി എഴുതി ഒട്ടിച്ചതിന് ശേഷം ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്യണം. പ്ലേസ് ദ വെസൽ ഓൺ ദ ചാർട്ട് പേപ്പർ. പാത്രം എന്തിന്റെ മുകളിൽ വെക്കണം? ചാർട്ട് പേപ്പറിന്റെ മുകളിൽ വെക്കണം. ടേക്ക് വാട്ടർ ഇൻ ദ വെസൽ. ഒരു വെസലിൽ നമ്മൾ എന്തെടുക്കുക? കുറച്ച് വെള്ളം എടുക്കുക. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് മിൽക്ക് ഓർ എ സോപ്പ് സൊല്യൂഷൻ ടു ഇറ്റ്. അതിലേക്ക് എന്തിടുക? പാലോ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷനോ ഒഴിക്കുക. ദിസ് ഈസ് ടു സീ ദ പാത്ത് ഓഫ് ലൈറ്റ് ഡയറക്ട്ലി. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിന്റെ സഞ്ചാരപാത കറക്റ്റായിട്ട് കാണാനാണ്. Place a laser torch at an angle. Place a laser torch at an angle and focus its light beam on the mirror. The light reflected from the mirror can be seen. ലേസർ ടോർച്ച് ഒരു കോണളയിൽ വെച്ച് ശേഷം പ്രകാശിപ്പിക്കുക. പ്രകാശം ദർപ്പണത്തിൽ തട്ടി പ്രതിപദിക്കുന്നത് കാണാം. നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കേണ്ട പ്രവർത്തനമാണ്. ടീച്ചർക്ക് ഇത് നമുക്കിപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ചെയ്യാൻ സാധിക്കില്ല അല്ലേ? അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്യാം. The angle of incidence and the angle of reflection can be determined by observing the arranged paper protractor. എന്താണ് നിങ്ങൾ ഉണ്ടാക്കാൻ ടീച്ചർ പറഞ്ഞ പ്രൊട്രാക്ടർ ഉണ്ടല്ലോ, അതിൽ നോക്കി ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്ട് ആംഗിളും കണ്ടുപിടിക്കുക. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ചേഞ്ചിങ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ടാബ്ലറ്റ് ദ റിസൾട്ട്സ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ആകുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 30 തന്നെ ആയിരിക്കും. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഓൾവേസ് ഈക്വൽ ആയിരിക്കും. അനലൈസ് ദ ടേബിൾ. Now isn't it clear that the angles of incidence and reflection are always equal? അത് എപ്പോഴും ശരിയാണ്, ഈക്വൽ ആണ്, ശരിയാണ്. അത് റൈറ്റ് ആൻസർ ആണ്. എല്ലായ്പ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് ഈക്വൽ ആയിരിക്കും. When light is reflected, പ്രകാശം പതിക്കുമ്പോൾ, അതായത് ഒരു പ്ലെയിൻ മിററിൽ പ്രകാശം പതിക്കുമ്പോൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വെൻ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ്, പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കണേന്ന് നോക്കാം. ടീച്ചർ ഇപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ മിററിലേക്ക് ടോർച്ച് അടിച്ച് പ്രകാശം വരുത്തിയിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം. പ്രകാശം നിങ്ങൾക്ക് കാണാം മിററിൽ ഒരു വട്ടത്തില് കണ്ടോ പ്രകാശം പതിച്ചിരിക്കുന്നത് എവിടേക്കാണ്? മിററിലേക്കാണ്. ഇവിടെ ഒരു റേ ഉണ്ട്, നോക്കി ടീച്ചറുടെ കയ്യിൽ കാണിക്കാം. ഇപ്പൊ പ്രകാശം ടീച്ചറുടെ കയ്യിലേക്ക് ആയിട്ടുണ്ട് അല്ലെ? കയ്യിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു ദൂരം ഒരു പ്രകാശ കിരണം കാണുന്നുണ്ടോ നിങ്ങൾ? ഈ പ്രകാശ കിരണത്തിന് പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ അഥവാ പതന കിരണം. പതിക്കുന്ന കിരണം, നേരിട്ട് പതിക്കുകയാണ് ടോർച്ച്. ഏതാണോ നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റ്, ഏതാണോ പ്രകാശത്തിന്റെ സ്രോതസ്, അതിൽ നിന്ന് നേരിട്ട് പതിക്കുകയാണ്. എവിടേക്ക് പതിക്കുന്നു? ടീച്ചറുടെ കയ്യിലേക്ക് പതിച്ചു. കണ്ടോ, നിങ്ങൾക്ക് കാണാനൊരു വട്ടത്തിലല്ലേ? അതിൽ നിന്ന് ഇങ്ങോട്ടൊരു കിരണമുണ്ട്, ഒരു റേ ഉണ്ട്. ഈ റേക്ക് പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ഓക്കെ, ഇനി അടുത്തൊരു റേയും കൂടി നമുക്കുണ്ട്. അത് എന്ത് റേയാ നമുക്ക് നോക്കാം. ഇപ്പോ പ്രകാശം എവിടെയാണ് പതിച്ചിരിക്കുന്നത്? ഈ ഇൻസിഡന്റ് റേ. എവിടെ ഇപ്പൊ ഇൻസിഡന്റ് റേ നിൽക്കുന്നത്? മിററിലാണല്ലേ. ഈ മിററിൽ നിന്ന് എങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു? ടീച്ചറുടെ കയ്യിലേക്ക് റിഫ്ലക്ട് ചെയ്തു. നോക്കൂ, ടീച്ചറുടെ ഉള്ളം കയ്യില് ഒരു വട്ടം കാണാനുണ്ടല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റേ, അതായത് ഈ മിററിൽ നിന്നും ടീച്ചറുടെ കയ്യിലേക്കുള്ള റേ കണ്ടോ? ഈ റേക്ക് പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന കിരണം. റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന കിരണം. എവിടെ നിന്ന് എവിടേക്കുള്ളത്? നമ്മുടെ മിററിൽ നിന്നും ടീച്ചറുടെ കയ്യിലേക്കുള്ള ദൂരം, അതിന്റെ ഇടയിൽ ഒരു കിരണമുണ്ട്, ഒരു റേ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന കിരണം, പ്രതിപതന രശ്മി എന്നൊക്കെ പറയും. ഓക്കെ മക്കളെ, നമ്മളിപ്പോ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും, പതനകിരണവും പ്രതിപതന കിരണവും പഠിച്ചു അല്ലെ? നോക്കൂ, ഇവിടെ ലൈറ്റ് പതിക്കുന്നു അല്ലെ? ഈ ലൈറ്റ് ഇവിടെ നിന്നും റിഫ്ലക്ട് ചെയ്ത് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ? റിഫ്ലക്ട് ചെയ്ത് നോക്കിയോ ടീച്ചറുടെ കൈയുടെ ഒപ്പം തന്നെ ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് ചുമരിൽ റിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ? ഇനി ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ഈ കിരണങ്ങൾക്കിടയിൽ, അതായത് ഇൻസിഡന്റ് റേയുടെയും റിഫ്ലക്റ്റഡ് റേയുടെയും ഇടയിൽ ഒരു ലൈൻ രൂപപ്പെടും. ഒരു വര രൂപപ്പെടും. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പെട്ടെന്ന് മനസ്സിലാവും. അത് ലംബം എന്നാണ് അതിനെ പറയാ. മലയാളത്തിലെ ഇംഗ്ലീഷിലെ നോർമൽ എന്ന് പറയും. ലംബം അഥവാ നോർമൽ ടീച്ചർ കാണിച്ചു തരാം. അതായത് ടീച്ചർ ലംബമായിട്ട് ഇവിടെ ഒരു
ട്രാൻസ്പെറന്റ് ആയിട്ടൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നോക്കി നോക്കൂ, ട്രാൻസ്പെറന്റ് ആയിട്ടൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കി നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവാനാണ് നമ്മളിതിനെ ലംബമായിട്ട് നോർമലായിട്ട് കൺസിഡർ ചെയ്യാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ലൈൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലംബത്തിനും ഈ നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിൽ ഒരു ആംഗിൾ രൂപപ്പെടും. ലംബത്തിനും ഇൻസിഡന്റ് റേക്കും ഇടയിൽ ഒരു ആംഗിൾ രൂപപ്പെടും. ഈ ആംഗിളിന് പറയുന്ന പേരാണ് ഇൻസിഡന്റ് ആംഗിൾ, അതായത് പതന കോൺ, പതിക്കുന്ന കോൺ. ഓക്കെ, ഇത് വന്ന് ഈ രശ്മി, ഈ കിരണം വന്ന് പതിക്കുമ്പോൾ അവിടെ ഒരു ആംഗിൾ, അവിടെ ഒരു കോൺ രൂപപ്പെടും. അതിന് പറയുന്ന പേരാണ് ഇൻസിഡന്റ് ആംഗിൾ അഥവാ പതന കോൺ. ഓക്കെ, ഇതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ, പ്രകാശം റിഫ്ലക്ട് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ഈ ലംബത്തിന്റെയും റിഫ്ലക്റ്റഡ് റേഡിയും ഇടയിൽ ഒരു ആംഗിൾ രൂപപ്പെടും. റിഫ്ലക്റ്റഡ് റേഡിയും ലംബം എന്ന് പറഞ്ഞാൽ നോർമൽ, റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ പ്രതിപതന കിരണം, ഇതിന്റെ ഇടയിൽ ഒരു ആംഗിൾ രൂപപ്പെടും. ഈ ആംഗിളിന് പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് ആംഗിൾ അഥവാ പ്രതിപതന കോൺ. അതായത് അങ്ങോട്ട് പതിക്കുമ്പോൾ, കിരണം ഒരു വസ്തുവിലേക്ക് പതിക്കുമ്പോൾ അവിടെ എന്ത് രൂപപ്പെടുന്നുണ്ട്? ഒരു ആംഗിൾ രൂപപ്പെടുന്നുണ്ട്. എന്തിന്റെ ഇടയിലാണ്? നോർമലിന്റെയും റിഫ്ലക്റ്റഡ് റേയുടെയും ഇടയിൽ ഒരു ആംഗിൾ രൂപപ്പെടുന്നുണ്ട്. ആ ആംഗിളിന് പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് ആംഗിൾ അഥവാ പ്രതിപതന കോൺ. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ട് ആംഗിൾസ് പറഞ്ഞു അല്ലെ, ഇൻസിഡന്റ് ആംഗിളും പിന്നെ എന്താ പറഞ്ഞിരുന്നത്? റിഫ്ലക്റ്റഡ് ആംഗിളും, അതായത് പതന കോണും പ്രതിപതന കോണും പറഞ്ഞു ഇല്ലേ. ഇതിന്റെ രണ്ടിന്റെ ആംഗിളിന്റെ അളവ് തുല്യമായിരിക്കും. ഇപ്പൊ റിഫ്ലക്റ്റഡ് ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇൻസിഡന്റ് ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അതായത് പതന കോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും 30 ഡിഗ്രി ആയിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അടുത്തതാണ് നമ്മൾക്ക് മിറർ ഉപയോഗിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ മിററിൽ നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മുഖം കാണുമ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല അല്ലെ, നമ്മുടെ സെയിം ഫേസ് നമ്മൾ കണ്ണാടിയിലൂടെ കാണണം അല്ലെ. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, ബോഡി പാർട്സിന്റെ സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ടീച്ചർ ഇപ്പൊ ഒരു പ്ലെയിൻ മിററിൽ നോക്കിയിരിക്കുകയാണ്. ടീച്ചറുടെ ഫേസ് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു മാറ്റവും ടീച്ചർക്ക് ഫീൽ ചെയ്യുന്നില്ല. ടീച്ചറുടെ റൈറ്റ് ഹാൻഡാണ് ഉയർത്താൻ പോകുന്നത്. ടീച്ചറുടെ റൈറ്റ് ഹാൻഡ് അല്ലെ, റൈറ്റ് ഹാൻഡ് ടീച്ചർ കണ്ണാടി കൂടെ നോക്കുന്ന പ്രതിബിംബം, ടീച്ചറുടെ പ്രതിബിംബമാണ് മിററിൽ കാണുന്നത് അല്ലെ. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ ടീച്ചർക്ക് തോന്നും അതിന് ലെഫ്റ്റ് ഹാൻഡാണ് ഉയർന്നിരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ ടീച്ചർ എന്താണ് ആക്ച്വലി ടീച്ചർ ഉയർത്തിയിരിക്കുന്നത്? ഏത് ഹാൻഡാണ്? റൈറ്റ് ഹാൻഡാണ്, വലത് കൈയാണ്. പക്ഷെ നമ്മുടെ പ്രതിബിംബത്തിൽ നമുക്ക് തോന്നും അത് ഇടത് കൈയാണെന്ന്, ലെഫ്റ്റ് ഹാൻഡാണെന്ന് തോന്നും. ഇങ്ങനെയുള്ള ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ. അതായത് വലത് കൈ പൊക്കുമ്പോൾ നമുക്ക് ഇടത് കൈയാണെന്നും ഇടത് കൈ പൊക്കുമ്പോൾ നമുക്ക് വലത് കൈയാണെന്നും തോന്നും, ഓപ്പോസിറ്റ് ആണെന്ന് തോന്നും, വിപരീതമായിട്ട് നമുക്ക് തോന്നും. ഇതിന് പറയുന്നതാണ് പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപരീയം അല്ലെ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ആംബുലൻസ് എന്ന് പറഞ്ഞ വണ്ടി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. രോഗികളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു വാഹനമാണ് ആംബുലൻസ്. ഈ ആംബുലൻസിൽ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് തല തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്തായിരിക്കും ഇത് തല തിരിച്ചെഴുതാനുള്ള കാരണം? അപ്പോ നമ്മൾ പാർശ്വിക വിപരീയം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ ആണ് പഠിക്കുന്നത് അല്ലെ. നിങ്ങൾ എല്ലാവരും ആംബുലൻസ് കണ്ടിട്ടില്ലേ? ഓക്കെ, എന്താണ് ആംബുലൻസ്? രോഗികളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു വാഹനമാണ് ആംബുലൻസ് അല്ലെ. ഈ ആംബുലൻസിന്റെ ഫ്രണ്ടില് ആംബുലൻസ് എന്ന് എഴുതുന്നത് തല തിരിച്ചാണ്. എന്തായിരിക്കും മക്കളെ തല തിരിച്ചെഴുതുന്നത്? അതായത് ഈ ആംബുലൻസിന്റെ മുൻപില് വാഹനങ്ങൾ ഉണ്ടാവൂലേ. അപ്പൊ ഈ വാഹനങ്ങളിലെ ഡ്രൈവർമാര് ബാക്കിലത്തെ വാഹനങ്ങൾ എന്തിലൂടെ കാണാം? മിററിലൂടെയാണ് കാണാം അല്ലെ. അപ്പൊ ബാക്കിൽ ഒരു ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ ഈ ആംബുലൻസിനെ ഒരു ഡ്രൈവർക്ക് പെട്ടെന്ന് കടത്തി വരണമെങ്കിൽ ഈ മിററിലൂടെ വായിക്കുമ്പോൾ ഈ തല തിരിച്ചെഴുതിയത് നമുക്ക് നേരെ വായിക്കാൻ സാധിക്കും. മിററിലൂടെ ടീച്ചർ ഇപ്പൊ കാണിച്ചു എതിർ ദിശയായിട്ടാണ് വായിക്കാൻ സാധിക്കുക അല്ലെ.
അതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ തല തിരിച്ച് എഴുതിയിരിക്കുന്നത്. അതിന് തൊട്ടു മുൻപിലുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് പെട്ടെന്ന് മിററിലൂടെ വായിക്കുമ്പോൾ അത് ആംബുലൻസ് ആണെന്ന് മനസ്സിലാക്കി അതിനെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് എന്നുള്ളത് തല തിരിച്ച് എഴുതിയിരിക്കുന്നത്. ഈ ആംബുലൻസ് എന്ന് എഴുതിയിട്ട് മിററിലൂടെ വായിക്കുന്നതും പാർശ്വിക വിപര്യം തന്നെയാണ്. അതായത് ലാറ്ററൽ ഇൻവേർഷൻ തന്നെയാണ് അവിടെ നടക്കുന്ന പ്രതിഭാസവും. While looking in a mirror, standing in front of a plain mirror, raise your left hand. ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് പൊക്കി നോക്കുക. വിച്ച് ഹാൻഡ് ഓഫ് യുവർ ഇമേജ് ഈസ് റൈസ്? നമുക്ക് ഏത് ഹാൻഡ് പൊക്കി നോക്കുന്ന പോലെ കാണുക. ലോവർ ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈസ് ദ റൈറ്റ് ഹാൻഡ്. എന്താണ്? അതിനുശേഷം നമ്മൾ ഇടത് കൈ ഉയർത്തി താഴ്ത്തിയതിനു ശേഷം വലത് കൈ ഉയർത്തി നോക്കുക. വാട്ട് ചേഞ്ച് occurs to the image? എന്ത് മാറ്റമാണ് ഇമേജിൽ സംഭവിക്കുന്നത്? Doesn't it our right side appear left and our left side appear right in the image? എന്താണ്? നമ്മുടെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും നമ്മുടെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും തോന്നുന്നില്ലേ? Such a shift of the lateral side of the images in the opposite direction is called lateral inversion. അതായത് നമുക്ക് പ്രതിബിംബങ്ങളിൽ ഇമേജസ് ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് തോന്നും. ഇതിന് പറയുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ. എഴുതേണ്ടതാണ് വാട്ട് ഈസ് കോൾഡ് ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ റൈറ്റിംഗ് ആംബുലൻസ് ഇൻ ദാറ്റ് വേ? നമ്മുടെ ആംബുലൻസിന്റെ ചിത്രം നോക്കൂ, തല തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് റീസൺ? ഹോൾഡ് ദ പിക്ചർ ഇൻ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ മിറർ ആൻഡ് ട്രൈ ടു റീഡ് ത്രൂ ദ മിറർ. എന്താണ്? നമ്മൾക്ക് ഈ ആംബുലൻസ് തല തിരിച്ച് എഴുതിയിരിക്കുന്നത് ഒരു മിറർ കൊണ്ടുവന്ന് വായിക്കാം. അപ്പൊ എങ്ങനെ നമുക്ക് തോന്നും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ ആംബുലൻസ് എന്ന് വായിക്കാം. വാട്ട് ഡു യു നോട്ടീസ്? എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓൺ ദ ഡ്രൈവർ ഓഫ് എ വെഹിക്കിൾ മൂവിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് റീഡ് ഇറ്റ് ആസ് ആംബുലൻസ് ബൈ ലുക്കിംഗ് ത്രൂ ദ നിയർ വ്യൂ മിറർ. Now don't you understand the reason for writing it like that? What are the other properties of the image formed by a plane mirror? Try out this activity. എന്തിനാണ് ആംബുലൻസ് തല തിരിച്ചെഴുതിയിരിക്കുന്നത്? മുന്നിൽ പോകുന്ന ഡ്രൈവർമാർക്ക് ബാക്കിൽ വരുന്ന ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് വായിക്കാനായിട്ടാണ് തല തിരിച്ച് എഴുതിയിരിക്കുന്നത്. പ്ലെയിൻ മിറർ പെർപെൻഡിക്കുലറി ഓൺ എ ടേബിൾ. എന്താണ് പ്ലെയിൻ മിറർ? സമതലമായ ഒരു ദർപ്പണം മേശപ്പുറത്ത് പെർപെൻഡിക്കുലർ ലംബമായിട്ട് വെക്കുക. ഹോൾഡ് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ലൈക്ക് പെൻ, വാച്ച് എക്സെട്ര ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഒബ്സർവ് ദ ഇമേജ്. അതായത് നമ്മൾ അതിനകത്ത് മേശപ്പുറത്ത് പേനയും വാച്ചൊക്കെ വെക്കുക, എന്നിട്ട് ഒബ്സർവ് നിരീക്ഷിക്കാം. ഇസ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്ട് ആൻഡ് ദ ഇമേജ് ദ സെയിം? യെസ്, സെയിം ആയിരിക്കില്ല. നമ്മൾക്ക് നോക്കിയൊക്കെ നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ വലിപ്പം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കണ്ണാടിയിൽ കൂടെ കാണുമ്പോൾ അതിന്റെ സൈസ് എല്ലാം സെയിം ആയിരിക്കും. കീപ്പിംഗ് എ സ്കെയിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, പ്ലേസ് ദാറ്റ് ഒബ്ജെക്ട് അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ് ആൻഡ് ഒബ്സർവ്. എന്താണ്? ദർപ്പണത്തിന് മുന്നിൽ സ്കെയിൽ വെച്ച് നിശ്ചിത സ്ഥാനങ്ങളിൽ വസ്തുക്കൾ വെച്ച് നോക്കൂ. Does the distance of the image change when the distance of the object from the mirror is increased? എന്താണ്? കണ്ണാടിയും വസ്തുവും തമ്മിലുള്ള അകലം കൂടുന്നതനുസരിച്ച് പ്രതിബിംബത്തിന്റെ അകലത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ? The properties of the image formed by a plane mirror may be summarized as follows. അതായത് സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ താഴെ തന്നു കൊടുക്കുന്നവയാണ്. The size of the image will be the same as that of the object. അതായത് പ്രതിബിംബത്തിന്റെ സൈസും വസ്തുവിന്റെ സൈസും ഒരേപോലെ ആയിരിക്കും. The distance between the image and the mirror is equal to the distance between the object and mirror. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലം തുല്യമായിരിക്കും. The image will undergo lateral inversion. പ്രതിബിംബത്തിന് lateral inversion സംഭവിച്ചിരിക്കും. ആറന്മുള മിറർ. The ആറന്മുള mirror is made with an alloy of special composition. ആറന്മുള ദർപ്പണം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേക ലോഹക്കൂട്ട് കൊണ്ടാണ്. This mirror gives a clearer image than ordinary mirrors to. സാധാരണ കണ്ണാടി നോക്കുന്നതിനേക്കാളും ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആറന്മുള കണ്ണാടിയിൽ നോക്കിയാൽ കിട്ടും. ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കുക, നോട്ടിലേക്ക് എഴുതേണ്ട കാര്യങ്ങളെല്ലാം എഴുതുക. ഓക്കെ.